6:20 കേട്ടോ. നമ്മുടെ ഒരു സൈക്കിള് എടുത്ത് ചവിട്ടാൻ പോകുന്നൊരു വീഡിയോ കേട്ടോ. അതായത് ഒരു യൂസ്ഡ് സൈക്കിളാണ്. അപ്പോൾ അതെടുത്ത് നമ്മളൊന്ന് റൈഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ സൈക്കിൾ ഏതാണെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സ്ഥലത്തില്ല കേട്ടോ. നമസ്കാരം. ഏതൊക്കെ ഉണ്ട് സൈക്കിള്? ഫോർഡുണ്ട്, വെലോസുണ്ട്. രണ്ട് സൈക്കിള്, 2 ഉണ്ട്. ഇത് വെലോസിൻ്റെ ഡൈനാമിക് അല്ലേ? വെളിച്ചത്ത് കാണിച്ചില്ല കേട്ടോ. ഇത് മോണ്ട്രാ കോഡ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഏത് വേണമെന്നുള്ളതാണ്. വെലോസ് വേണോ മോണ്ട്ര വേണോ? ഒരു കാര്യം ചെയ്യാം, ഈ മോണ്ട്ര എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചവിട്ടി നോക്കാം. ഓക്കെ അല്ലേ? എടുക്കാമല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ റൈഡ് നമ്മുടെ മോണ്ട്ര കോഡ് വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടാ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം മോണ്ട്ര കോഡ് നല്ല സൈലൻ്റാണ് കേട്ടോ. അപ്പോൾ അഫിൻ ശരിക്കും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല സ്മൂത്താണ് വണ്ടി അല്ലേ? ഇതാണ് സംഭവം. ഇതിൽ ലൈറ്റ് ഉണ്ടോ? ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ അതുകൂടെ തന്നെ അഫിൻ്റെ ഹൈലൈറ്റാണ് അതൊക്കെ. ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നല്ല സൈലൻ്റാണ്. അതുമല്ല കുറച്ച് വീലിൽ കുറച്ച് കാര്യങ്ങൾ അഫിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മീൻ വേണോ? മീൻ വേണോ ഒരാൾ? ആണല്ലേ? അപ്പോൾ മിസ്റ്റർ കമറുദ്ദീൻ എത്തിയിട്ടുണ്ട്. ചിരി കണ്ട ചിരി. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ ഇനി പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനായിട്ട് ഇറക്കാൻ പോകണം. ഈ വീഡിയോ വരുന്നുണ്ട്. ഫുൾ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് നല്ല കിടുവായിട്ട് ഇറക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മുടെ വെലോസ്. അപ്പോൾ പിന്നെ എന്താണ് വില പറയണത്? എന്താണ് സൈക്കിൾ വില? ഇല്ല, ഇത് മോണ്ട്രാ കോഡ് മതി. ഇതാകുമ്പോൾ കാണാം ഒരുപാട് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെവിടെ മേടിച്ചത്? ഹാൻഡ് ഗ്രിപ്പ്. ഓ, 2 വീലറിൻ്റെ ഹാൻഡ് ഗ്രിപ്പാണല്ലേ? സാധാരണ ഹാൻഡ് ഗ്രിപ്പാണ് ഈ കൊമ്പിൽ വെച്ചേക്കണത്. ഹെഡ്ലൈറ്റ് പുറത്തുകൊടുക്കാം. ഹെഡ്ലൈറ്റ് എങ്ങനെയുണ്ട്? ഹെഡ്ലൈറ്റ് മൂങ്ങി. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല കേട്ടാ. ഇത് 2 അഫിൻ്റെ വണ്ടിയാണ്. ഈ മോണ്ട്രാ കോഡും വെലോസും. പുള്ളി പൊന്നുപോലെ നോക്കുന്ന വണ്ടിയാണ് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ പുള്ളിക്ക് 2 വണ്ടിയുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ എൻ്റെ വണ്ടിയുടെ ഫോർക്ക് ഒടിഞ്ഞ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റിഡ്ജ് ബാക്ക് എന്നുള്ളൊരു വണ്ടി ഉണ്ടല്ലോ. റിഡ്ജ് ബാക്ക് പഴയൊരു ഹൈബ്രിഡ് വണ്ടിയാണ്. അത് നമ്മുടെ ഒരു വേറെ ഫ്രണ്ടും ഉണ്ട്. ഇപ്പോൾ 2 വീലർ ഒന്ന് അടിച്ചിട്ട് ഫോർക്ക് ഒടിഞ്ഞ്. അങ്ങനെ പിന്നെ എൻ്റെ വണ്ടി ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ രാവിലെ അഫിൻ്റെ വീട്ടിൽ വന്നിട്ട് 1.5 മണിക്കൂർ യാത്രയുണ്ട്. പുള്ളിയുടെ വണ്ടി ഇന്ന് ഒരു ദിവസത്തേക്ക് ചവിട്ടാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ഇത് വിൽപ്പനക്കുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഇതിൽ റൈഡ് മാത്രമാണ്. അതുമല്ല, ഞാൻ നിർത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വീലിൽ പുള്ളി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആണ് ഇത്രയും സ്മൂത്ത്. വണ്ടി നല്ല സ്മൂത്താണ്. മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് സംഭവം നല്ല ഒഴുകി പോകുന്നുണ്ട്. റോഡൊക്കെ കണ്ട നല്ല സ്മൂത്താണ്. നമ്മുടെ കണ്ടക്കടവിൽ നിന്ന് ചെല്ലാനം ആ റൂട്ടാണിത്. കുമ്പളങ്ങിക്ക് പോകുന്ന റൂട്ടാണ്. ചെല്ലാനം കുമ്പളങ്ങി റോഡ്. ചുറ്റും പാടങ്ങളും എന്നാണ്. രാവിലെ നല്ല വൈബാണ്. കുറേ ഫിഷിങ്ങിനൊക്കെ പറ്റിയ ടൈമാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്ന് ചൂണ്ടൊക്കെ ഇടുന്നുണ്ട്. നല്ല കിടുക്ക സ്ഥലമാണ് കേട്ടോ. സൈക്ലിങ്ങിന് ഒന്നും പറയില്ല, പിടിക്കട്ട്. അങ്ങനെ നമ്മൾ കുമ്പളങ്ങി എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ കുമ്പളങ്ങി പാലം എത്തിയിട്ടാ. സംഭവം ഇത് കവര് പൂക്കുന്ന സമയം കേട്ടാ. ഒരുപാട് ആളുകൾ രാത്രിയൊക്കെ വരുന്നുണ്ട് കുമ്പളങ്ങി ഭാഗത്ത് കവര് കാണാൻ വേണ്ടി. ഈ എപ്പോഴാ പിന്നെ ഇറങ്ങിയിട്ടേക്കണം?
ഇവിടെ സീൽഡ് ബെയറിങ് ഫിറ്റ് ചെയ്തിട്ടാ. ഇവിടെ സീൽഡ് ബെയറിങ്. മോണ്ട്ര കോഡ് സാധാരണ വരുന്നത് കപ്പും കോണൊക്കെയാണ് ഹബിനകത്ത്. അത് മാറ്റിയിട്ട് ഇദ്ദേഹം ഒരു പരീക്ഷ നടത്തി സക്സസ് ആയിരിക്കുകയാണ്. വീടൊന്ന് ഇറക്കിയുള്ളൂ. ഭയങ്കര ഫ്രീ ആണ്ടാ, നല്ല സ്മൂത്താണ്. അവിടെ ലൈറ്റ് ഇട്ടെ. യെല്ലോ വൈറ്റ് രണ്ടും കൂടി. ഓ അടുത്തതാണ്. ഓ മാറി മാറി. ഓ അത് ശരി. ഓണം ചേട്ടന്. ഓ ചെവിടൊക്കെ പൊളിഞ്ഞു പോകും. ഇതാ ചേട്ടൻ നോക്കണു എന്താ പരിപാടി. ആംബുലൻസ് തന്നെ വിചാരിച്ചു പുള്ളി. ഇൻഡിക്കേറ്റർ വർക്കല്ലേ? അവരു പെയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് ഇതും അതുപോലെ ആക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് വീഡിയോ വരുന്നുണ്ട്. പെയിൻ്റ് അടിച്ച് സൈക്കിളൊക്കെ സ്റ്റിക്കറുകളൊക്കെ ചെയ്ത് പൊളപ്പനാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ്, വിലയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്യണ്ടേ. അപ്പം ഇനി എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ. ഞാനിനി വെലോസി ഓട്ടാൻ പോകണം. നമ്മുടെ വണ്ടി ഇറക്കണം. അപ്പം എൻ്റെ വണ്ടി മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. റിഡ്ജ് ബാക്ക് എന്നുള്ള വണ്ടിയാണ്. പഴയൊരു വണ്ടിയാണ്, 20 വർഷം പഴക്കമുള്ളത്. പക്ഷേ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ നമുക്കത് ചവിട്ടുമ്പോഴാണൊരു എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടേ. അതാണ് മാനസികമായിട്ട് സന്തോഷം ചവിട്ടുമ്പോൾ. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നമുക്കിപ്പോൾ റോഡ് ബൈക്ക് ഉൾപ്പെടെയൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും ചവിട്ടാനുള്ള പെർമിഷൻ ഉണ്ട്. ഞാൻ മെക്കാനിക്കൽ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏത് വേണമെങ്കിലും എടുത്ത് എവിടെയും പോവാം. പക്ഷേ ഞാൻ പിന്നെ പെർമനൻ്റായിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായിട്ടാണ് സെറ്റായി പോയി. ഡ്രോപ്പ് ബാർ നമ്മൾ ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാറൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടിക്കകത്തെ. അപ്പം പിന്നെ സംഭവം എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കും. അതാണ് പുള്ളിയുടെ ഒരു ഹൈലൈറ്റ്. പുള്ളിയൊരു കുറഞ്ഞ പക്ഷം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 2 വാഷ് ചെയ്യും കേട്ടോ. ഡീഗ്രസറൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് ചെയിൻ ലൂബൊക്കെ ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണത്. അങ്ങനെ കുണ്ടന്നൂർ ടു ഹൈവേ വൈറ്റില വഴി നേരെ കൊണ്ടാണ്. വൈറ്റില വഴി നേരെ കൊണ്ടാണ്. വൈറ്റില വഴി ആയില്ല, വൈറ്റില വഴി ഐലൻഡ്. കൂരിയാണ് കേട്ടോ, നല്ല ഫ്രഷ് കൂരിയാണ്. 2 കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെ അവിടെ തൂക്കി ഇറക്കാണോ? അവിടെ തൂക്കി ഇറക്കാം. അപ്പോൾ സൈക്കിൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ. ഇനി വെലോസ് കവർ ഇറക്കുകയാണ്. ഞാൻ ദേ മോണ്ട്ര ബ്ലൂസിലാണ് ഇപ്പോഴത്തെ പെടുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തെ സൈക്കിളാണ് ഇപ്പെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് മോണ്ട്രയാണ്. മോണ്ട്ര ബ്ലൂസാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞല്ലേ, നമുക്ക് ഓരോ വണ്ടി ഓരോ ഫീലാണ്. അപ്പോൾ ഇതിലിരുന്നപ്പോൾ ഇതിന് നല്ല വൈഡ് സീറ്റാണ് കവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇരിപ്പ് നല്ല കംഫർട്ടബിളാണ്. വെലോസ് കിട്ടിയപ്പോഴത്തേക്ക് കമൂറിനെ കാണാനില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പിടിക്കാം. മോണ്ട്ര ബ്ലൂസ് ഇട്ട് പിടിക്കാം. ഓടും വിടരുതാ. അപ്പോൾ വെലോസിനെ പിടിക്കാനുള്ള നീക്കമുണ്ടാ. ഹെൽമെറ്റൊക്കെ ഇല്ലാണ്ട് പോയത്. ആളെ പിടിച്ചിട്ടുണ്ടല്ലേ. എന്താണ് പറക്കാനുള്ള പറക്കണ? ആ അടിപൊളി. അപ്പം അങ്ങനെ നമ്മുടെ BOT പാലത്തിലോട് വീണ്ടും എത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 46 കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത് സ്ട്രാവയിൽ. ഇനി ഒരു 10 കൂടി പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഒരു
പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല സുഹൃത്തുക്കളെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പനെ നമുക്ക് കൈ നോക്കി കാണിച്ചേക്ക്.